അനീഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ ആരെയും ഇഷ്ടമല്ല. ആരും ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് സബമാൻ ഇപ്പം ഇഷ്ടം. ഇഷ്ടമായിട്ട് താല്പര്യപ്പെട്ട ഒരാൾ നെവിനെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വന്ന ടൈമിൽ എനിക്ക് ഷാനവാസിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഓക്കെ, ഇതോടത്തെ ബിഗ് ബോസ് ആണ് ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ആരും ഇഷ്ടപ്പെടാൻ കാരണം അതുകൊണ്ടാണ്. ഇപ്പോൾ ഗിസയിൽ പോയതിന് ശേഷം ആര്യൻ്റെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? ആൾ ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? കാണാറില്ല. എന്നാലും അതിന് ശേഷം കണ്ടപ്പോൾ എപ്പോഴെങ്കിലും ചെറിയ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ തോന്നിയോ? കപ്പടിക്കണം അടിക്കണം ആഗ്രഹം ആരും തന്നെയാണ്. ഷാനവാസാണ്. എന്താ ഷാനവാസ് കപ്പടിക്കണം എന്നായിരിക്കും കാരണം? ഒരു പ്ലെയറാണല്ലേ. അപ്പോൾ അനീഷിൻ്റെ ഒരു ഗ്യാങ് ഒക്കെ പിടിച്ചൊരു സ്ട്രോങ് ആയിട്ടുണ്ട്. അവരെ സംസാരിച്ച് ഒപ്പിക്കാനൊന്നും ആർക്കും അങ്ങനെ പറ്റുന്നില്ല. അതിലൂടെയൊക്കെ സൈഡായി പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എപ്പിസോഡിൽ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഷാനവാസ് കപ്പ് തൂക്കുമെന്നാണ് തോന്നണം. വേറെ അപ്പോൾ അനീഷും അനുവൊക്കെയാണ്. കാരണം അവരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഫാൻസ് ഉള്ളതും അനീഷിനും അനുവിനൊക്കെയാണ്. അവരൊക്കെ മലത്തിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഷാനവാസിന്? ചിലപ്പോൾ അനീഷാ മാറി. അപ്പോൾ അതിൽ മോശമായിട്ട് കളിക്കുന്ന ആരാ തോന്നുന്നു? ഇപ്പോൾ അടുത്ത് പുറത്ത് പോകണമെന്ന് തോന്നിയിട്ടുള്ള അടുത്ത എലിമിനേഷൻ ഈ സാബുമേനൊക്കെ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. വെറുതെ നിൽക്കുന്ന അവൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? എനിക്ക് സബമാൻ ഇപ്പം ഇഷ്ടം. അങ്ങനെ വെച്ചാൽ അതിൽ റിയൽ ആയിട്ട് നിൽക്കുന്ന പുള്ളിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ആദ്യം വന്നപ്പോൾ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിലുള്ളതിൽ വെച്ച് റിയൽ ആയിട്ട് നിൽക്കുന്നത് പുള്ളിയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും. പക്ഷേ ഇനി അടുത്തൊരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചെറിയ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരൊക്കെ പുള്ളി ട്രാക്ക് ചെയ്യല്ല. എല്ലാവരും ഇച്ചിരി അഗ്രസീവ് ആവുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടം സ്റ്റഡിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാബുമേൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നല്ല, ലൈക്ക് അതൊരു റിയാലിറ്റി ഷോ അല്ലേ. അപ്പോൾ അതിൽ റിയൽ ആയിട്ട് നിൽക്കുന്ന പുള്ളിയാണെങ്കിൽ ഫീൽ ചെയ്തു. അതിൻ്റെ മെറ്റീരിയൽ അങ്ങനെ ഇല്ല. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഒക്കെ ആൾക്ക് കിട്ടുന്ന ടാസ്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു. കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ അനുവിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇത് മാറി. ആള് എല്ലായിടത്തും പൊട്ടിത്തെറിക്കുക. ഈ അതിലൂടെ 3 പേരുടെ ഒരു അകമടിയോടെയാണ് ഗെയിമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒറ്റയ്ക്ക് കളിക്കുന്നു, ഇവരൊരു ഗ്യാങ് ആയിട്ട് കളിക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം അവരിലൊരു ഗ്യാങ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഷാനവാസും അതിലുണ്ടായിരുന്ന പേഴ്സണാണല്ലോ. ഇപ്പം അയാളുടെ കയ്യിൽ ഉള്ള പ്രശ്നം, എനിക്ക് വന്ന ടൈമിൽ എനിക്ക് ഷാനവാസിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ആളുടെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ പുള്ളിന് ഇഷ്ടമല്ല. അനീഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ ആരെയും ഇഷ്ടമല്ല. അതിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ലൈക്ക് മര്യാദയ്ക്ക് നിൽക്കുന്നത് സബമാനെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു സബം പുറത്തായി കഴിഞ്ഞാൽ ആര് കപ്പടിക്കുന്നു തോന്നുന്നു? എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ അനു അടിക്കുമായിരിക്കും, എനിക്കറിയില്ല. വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് ആരും തോന്നിയിരിക്കുന്നത്? പുറത്ത് പോകണം. എനിക്ക് ആദ്യം ആര്യനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാവരും കണക്കാതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ആര് കപ്പടിക്കും എന്ന് പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. മേ ബി അനു ആയിരിക്കും, എനിക്കറിയില്ല. എനിക്കിപ്പോൾ അതിൽ വലിയ താല്പര്യം. ബിഗ് ബോസ് കാണാറുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? അങ്ങനെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാലും കാണാനായിട്ട് താല്പര്യപ്പെട്ട ഒരാൾ നെവിനെ എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് നെവിനെ ഇഷ്ടപ്പെടാൻ കാരണം? കുറച്ചും കൂടി ആക്റ്റീവാണ്. എല്ലാത്തിനും അങ്ങനെ വേറെ വെറുതെ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കില്ല. സാബുമാനെ എനിക്ക് ഇഷ്ടമാണ്. ആണല്ലോ. സാബുമാനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണമല്ലോ. കണ്ടന്റ് കൊടുക്കാൻ അങ്ങനെ ടാസ്ക് ആണെങ്കിൽ അങ്ങനെ എല്ലാം കാര്യങ്ങളും മുഴുവൻ ആളുകളിൽ നിന്നേ നമുക്ക് കിട്ടിയത് സാബുമാൻ ബിഗ് ബോസിന് കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല. ആൾ ഭയങ്കര സൈലൻ്റ് ആവുന്നു. ഒരു പരിധി വരെ ആൾ റിയലിസ്റ്റിക് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. റിയലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇടി ഉണ്ടാക്കണത് മാത്രമല്ലോ, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ടാസ്ക് ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഇത് കുറേ നേരം എന്തെങ്കിലും ഒരു ഫിഗർ പിടിക്കാനുണ്ടായിരുന്നില്ല. ഒരു എന്താണ് മറ്റേ ഭൂതത്തിൻ്റെ ഫിഗർ, അത് നന്നായിട്ട് കുറേ നേരം പിടിച്ചു. ആ ഫിഗർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് ആളല്ലെങ്കിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഒരുപാട് ആളുകൾ ഷാനവാസിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? വെറുതെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബിഹേവിയർ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ടാസ്ക് ആര്യന്റെ പൊളിക്കൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ബോറായി പോയായിരുന്നു. എന്നിട്ട് അത് ഞാൻ ചെയ്തത് ഭയങ്കര സൂപ്പർ ആണെന്നുള്ള രീതിയിൽ തന്നെ നിന്നപ്പോൾ ഹീറോയിസം കാണിച്ചതല്ലേ? ഹീറോയിസ് അല്ല, ലൈക്ക് അവന് കിട്ടണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് എന്തോ പോലെ തോന്നി.
ഇപ്പോൾ ഇവരല്ലെങ്കിൽ അനു അനീഷൊക്കെ ചാൻസ് അനുവൊക്കെ വെറുതെ ടീം പ്ലേ ചെയ്യുന്ന പോലെയാണ്. അനു ഒന്നും എനിക്ക് അതൊരു എന്താ പറയാ, എന്താ കണ്ടന്റ് കൊടുക്കണം അനുവൊക്കെ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് അനുവിന് കിട്ടാനും ചാൻസ്. കൂടുതൽ വോട്ടൊക്കെ ഇവർക്കാണ് കിട്ടുന്നത്. ഇപ്പം അടുത്ത് ചിലപ്പോൾ സാവുമാൻ ഔട്ടായേക്കാം മേ ബി. അപ്പോൾ ഒരുപാട് പേർക്ക് സാവുമാൻ ഇഷ്ടമാണ്, പക്ഷേ ഔട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ റിയലായിട്ട് കളിക്കാത്ത അനീഷ് അല്ലെങ്കിൽ അനു പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഹൈ ആയിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ അതല്ല ഗിസയിൽ ബിന്നിയൊക്കെ ഔട്ട്, അവരൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരാണ്. അതെ, ബിന്നിയൊക്കെ ആണെങ്കിലും വല്ല ടീമായിട്ട് കളിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചതാണ്. കപ്പടിക്കാൻ എനിക്ക് അറിയില്ല. കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? എന്നാലും അതിൽ ആര് ഇപ്പോൾ ഒരാളുടെ ചില ഗെയിമൊക്കെ എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ ഇന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ആര്യൻ. എന്താ ആര്യൻ ഇഷ്ടപ്പെടാൻ കാരണം? ഗെയിം ആണല്ലോ. ഇപ്പോൾ അവസാന നിമിഷമായപ്പോൾ ബിന്നിയൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഔട്ടായി, ഗിസയിൽ പോയി. നമ്മൾ ബെസ്റ്റ് എന്ന് തോന്നി ഒരുപാട് പേര് അവിടെ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചുരുക്കി. ഇപ്പോൾ ഷാനവാസിൻ്റെയും അതുപോലെ തന്നെ അക്ബർ, ഇപ്പോൾ പറഞ്ഞ ആര്യനൊക്കെ ഭയങ്കര പെർഫോമൻസാണ്. ആർക്കും പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പെർഫോമൻസ് ഭയങ്കര കൂടിയിട്ടുണ്ട്. ഒരു ആര്യൻ്റെ ഫാൻ എന്ന രീതിയിൽ ഇതെങ്ങനെ നോക്കിക്കാണുന്നു ആളുടെ പെർഫോമൻസ്? ആൾക്ക് അപ്പോഴും തൂക്കുന്നു തോന്നുന്നുണ്ടോ? നെവിൻ്റെ ഒക്കെ പ്ലേ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്റർടൈൻമെന്റ് ആയിട്ട് ഈ ഗിസയിൽ പോയപ്പോൾ ആര്യന് അതിൽ മാറ്റങ്ങളൊക്കെ വന്നോ? കളിക്കാണെന്നുള്ള നല്ല മൈൻഡ്, അതിൻ്റെ അകത്ത് ജയിക്കാണെന്നുള്ള മൈൻഡ് ഉണ്ട്. കളി ഒന്നും കൂടി ഗിസയിൽ പോയതപ്പോൾ നന്നായി എന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി നല്ലതാണെന്ന് തോന്നുന്നുണ്ടല്ലോ ആര്യൻ്റെ. അനുമോള് ഇവരൊക്കെയോ അനീഷൊക്കെ? അല്ല, ഈ ആര്യൻ ബെസ്റ്റ് പ്ലെയർ ആണെങ്കിൽ അവർക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ ഗെയിമൊക്കെ അതുപോലെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ബിസിനസ് കാണാറുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട പ്ലെയർ? നിങ്ങളെല്ലാവരും ആര്യൻ്റെ ഫാൻസാ? ആര്യൻ തൂക്കും അപ്പോൾ കപ്പ്? അപ്പോൾ ഈ അനീഷും അനുമോളെ ഭയങ്കര കോമ്പറ്റീറ്റർ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ മലത്തി അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ആര്യന്? ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഗിസയിൽ പോയതിന് ശേഷം ഭയങ്കര ഒരു ഗെയിമിൽ ഭയങ്കര വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് ആര്യൻ്റെ. ഭയങ്കര ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളൊക്കെ ഇച്ചിരി ഒരു ചൊറിയൻ ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിരുന്നോ? ആണല്ലേ? ഓക്കെ, എങ്ങനെയാണ് തോന്നുന്നു? ചുമ്മാ താങ്ക് യു. അതിൽ മോശം കണ്ടസ്റ്റന്റ് ആയിട്ട് ആരെയും തോന്നിയിരിക്കുന്നത്? ഔട്ടായല്ലോ. ഇനിയുള്ളത് അനുമോളാണ്. അപ്പോൾ അടുത്ത് ഔട്ടാവണമെന്ന് തോന്നിയത് അനുമോള ഔട്ടാവണമെന്ന് ആഗ്രഹം. ഓ ശരി, താങ്ക് യു.